ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്ക്യൂഡ് ബൈ റൂബി എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയുമായിട്ടാണ്. റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് 2022 പുറത്തിറങ്ങിയ സിനിമയാണ് റെസ്ക്യൂഡ് ബൈ റൂബി. പെറ്റ്സും നായകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അവർക്കൊക്കെ ഈ സിനിമ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. സിനിമ ആരംഭിക്കുമ്പോൾ റൂബി എന്ന പേരുള്ള ഒരു നായക്കുട്ടിയെയാണ് കാണിക്കുന്നത്. അവളിങ്ങനെ കാട്ടിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റ് ഷോപ്പ് ഓണറായ പാറ്റ് റൂബിയെ വളരെ സ്നേഹത്തോടെയാണ് വളർത്തുന്നത്. റൂബിക്ക് ഹോട്ട് ഡോഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവളും ആ കാട്ടിലൂടെ റൂബിയെ അന്വേഷിച്ച് നടപ്പുണ്ട്. അങ്ങനെ ഒടുക്കം ഹോട്ട് ഡോഗ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ റൂബി പാറ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെ ഹോട്ട് ഡോഗും കഴിച്ച് പാറ്റിനോടൊപ്പം റൂബി അവളുടെ ഷെൽട്ടറിലേക്ക് പോകുന്നു. പാറ്റിന്റെ ഭർത്താവ് റിക്കിന് റൂബി അത്ര കണ്ടങ്ങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി അത്യാവശ്യം എന്താ പറയാ ജഗജാല കില്ലാടിയാണെന്ന് എനിക്ക് പറയാം. റൂമിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി തിരിഞ്ഞ് നടന്ന അവിടുത്തെ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചിട്ട് ആ ഒരു കാറ്റഗറിയാണ് നമ്മുടെ റൂബി. പക്ഷെ പാറ്റിന് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴായിട്ട് ഇവരുടെ കയ്യിൽ നിന്നും റൂബിയെ പല ഫാമിലീസും വാങ്ങിച്ചുകൊണ്ടുപോയി. പക്ഷെ അടുത്ത ദിവസം തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി അവിടെ പോയിട്ട് തലങ്കോലാക്കും. അവരുടെ സോഫ കടിച്ച് കീറുക, മറ്റേത് വലിച്ചു കീറുക, അവിടെ താപ്പിട്ട് പൊടിയാക്കുന്ന തന്നെ പറയാം. അതുകൊണ്ടാണ് റിക്കിന് റൂബിയെ തീരെ ഇഷ്ടമല്ലാത്തത്. ഞാൻ ആദ്യം പെറ്റ് ഷോപ്പ് ഓണർ എന്നല്ലേ പറഞ്ഞത്. പെറ്റ് ഷോപ്പ് ഓണർ അല്ല, അതായത് ഒരുപാട് നായകളും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ട് പുള്ളിക്കാരി ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അവയ്ക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ആവശ്യക്കാർക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നായയെ കൊടുക്കുന്നു. ഈ രീതിയിലാണ് പുള്ളിക്കാരിയുടെ ബിസിനസ് നടന്നു പോകുന്നത് കേട്ടോ. അതിനുശേഷം പാറ്റ് നമ്മുടെ റൂബിയെ കുളിപ്പിച്ചെടുക്കുന്നു. റിക്കാണ് സോപ്പൊക്കെ കൊടുക്കുന്നത്. ഇഷ്ടമല്ലെങ്കിലും പുള്ളിക്കാരൻ ഇന്നെന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിയെ കൊണ്ടുപോകാൻ പുതിയൊരു ഫാമിലി വരുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ ഇപ്പൊ പാറ്റിനെ സഹായിക്കുന്നത്. ഈ ഫാമിലിയിലെങ്കിൽ ഇതങ്ങ് നിന്നാ മതിയായിരുന്നു എന്ന് റിക്ക് പാറ്റിനോട് പറയുന്നു. അതിന് റൂബിക്ക് നമ്മളെ വിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ, നമ്മളാണ് അതിന്റെ ഫാമിലി എന്നാണ് അതിന്റെ വിചാരം എന്ന് പാറ്റ് മറുപടി പറയും. നമ്മളെയല്ല, നിന്നെ വിട്ടു പോകാൻ മടി, അത്രയും പറഞ്ഞാൽ മതി എന്ന് റിക്ക് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പൊ പാറ്റ് പറയും, ഇങ്ങനെ പോയ റൂബി എന്നെ വിട്ടില്ലെങ്കിലും എന്റെ ഭർത്താവ് എന്നെ വിട്ട് കളയും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പാറ്റ് നൈസായിട്ട് അയാളുടെ ദേഷ്യം കുറച്ചങ്ങ് കുറക്കും. അതിനുശേഷം പാറ്റ് റൂബിയെ കുളിപ്പിക്കുകയാണ്. ഇന്ന് പോകുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നും അതാണ് നിന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നായയല്ലേ, അവർക്ക് ഇവിടുന്ന് മനസ്സിലാവാൻ 6 മാസമായിട്ട് നീ ഇവിടെ തന്നെയുണ്ട്. ഏത് ഫാമിലിയിൽ പോയാലും നീ അപ്പൊ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇനി പോകുന്ന ഫാമിലിയിൽ നീ പെർമനന്റ് ആയിരിക്കണം. അവരുടെ ഒരു ഫാമിലി ഡോഗായിട്ട് നീ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പാറ്റ് റൂബിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോലീസുകാരനായ ഡാനിയലിനെ കാണിക്കുന്നു. എല്ലാരും വിളിക്കുന്നത് പോലെ നമുക്കും അയാളെ ഡാൻ എന്ന് വിളിക്കാം. ഡാൻ തന്റെ ഭാര്യയായ മെലീസിയോടും മകനായ ഫിന്നിനോടുമൊപ്പമാണ് താമസിക്കുന്നത്. നമ്മുടെ ഡാനിയൽ ഒരു ജൂനിയർ പോലീസുകാരനാണ്. പുള്ളിക്കാരന് K9 ഓഫീസർ ആവണമെന്നുള്ളത് ഒരു ഡ്രീമാണ് എന്ന് തന്നെ പറയാം. K9 ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CID മൂസയിൽ ദിലീപ് ചെയ്യുന്ന കഥാപാത്രം. അതായത് പോലീസുകാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോഗ് സ്ക്വാഡിനെയും കൊണ്ട് പോകണം. അപ്പോൾ K9 ഓഫീസർക്ക് ഒരു ഡോഗ് ഉണ്ടാവും. അപ്പോൾ ആ ഡോഗിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഓഫീസറുടേതായിരിക്കണം. ആ ഡോഗിനെ പഠിപ്പിക്കേണ്ടതും അതിനെ ട്രെയിൻ ചെയ്യേണ്ടതും എല്ലാം ഈ ഓഫീസറാണ്. നമ്മുടെ ഡാൻ ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-7 പ്രാവശ്യം തോക്കുകയും ചെയ്തു. അങ്ങനെ K9 ഓഫീസർ ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു നായ വേണമല്ലോ. അങ്ങനെ ഒരു നായക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ ഡാൻ. അങ്ങനെ അന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഡോഗ് സ്ക്വാഡ് എന്തോ തിരയുന്നതൊക്കെ നമ്മുടെ ഡാൻ കാണുന്നു. അവൻ ഉടനെ തന്നെ വണ്ടി നിർത്തി അവരുടെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നു. അവിടെ വെച്ച് സീമസ് ബ്രാഡി എന്ന റിട്ടയർഡ് മെയിൻ്റനൻസ് ഓഫീസറെ പരിചയപ്പെടുന്നു. രണ്ടുപേരും ഈ തെരച്ചിൽ നടത്തുന്ന നായകളെ പറ്റിയുള്ള സംസാരത്തിലൂടെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ തനിക്കും ആ സെർച്ചിങ് നടത്തുന്നവരെ പോലെ ഒരു K9 ഓഫീസർ ആകണമെന്ന് ഡാനിയൽ ബ്രാഡിയോട് പറയുന്നു. അവരങ്ങനെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ സമയം വൈകിയത് കൊണ്ട് ഡാനിയൽ വേഗം തന്നെ അയാളോട് ബൈ പറഞ്ഞിട്ട് അവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ സർജന്റ് അമാൻഡ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഡാനിയലിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നു. K9ന്റെ പുതിയ ഓഡിഷൻ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൂടി പുള്ളിക്കാരി ഡാനിയലിനോട് പറയും. 8ാമത്തെ തവണയാണ് പുള്ളിക്കാരൻ K9 ഓഫീസർ ആവാൻ ശ്രമിക്കുന്നത്. ഇത് അയാളുടെ ലാസ്റ്റ് ചാൻസ് കൂടിയാണ്. കാരണം ഇപ്പോ അയാൾക്ക് 30ാമത്തെ വയസ്സാണ്. ഇതാണ് ഒരു K9 ഓഫീസർ ആവാനുള്ള പ്രായപരിധി. അങ്ങനെ എല്ലാവരെയും ഡിസ്പേഴ്സ് ചെയ്തതിനു ശേഷം സർജന്റ് അമാൻഡ ഡാനിയലിനോട് പറയും, നീ ടെൻഷൻ അടിക്കാതിരിക്കും, ഞാൻ ഏതായാലും നിന്നെ റെക്കമെൻഡ് ചെയ്തോളാം. അതുകൊണ്ട് നല്ലൊരു ജർമ്മൻ ഷെപ്പേർഡിനെ കണ്ടെത്തി അതിനെ ട്രെയിൻ ചെയ്യിച്ച് K9 ഓഫീസർ ആവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് അമാൻഡ ഡാനിയലിനോട് പറയുന്നു. പക്ഷെ പ്രോബ്ലം ഇതല്ല, സെറേല എന്ന് പറയുന്ന നമ്മുടെ അക്കാദമി ഓണർ ഇതിന് സമ്മതിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് നീ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിക്കണം, അമാൻഡ ഡാനിയലിനോട് പറയുന്നു. അങ്ങനെ വീണ്ടും റൂബിയെ കാണിക്കുന്നു. അവളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫാമിലി എത്തിയിരിക്കുകയാണ്. അവർ റൂബിയെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. പാറ്റിനെ വിട്ടുപോകാൻ റൂബിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാലും അവൾ അവർക്കൊപ്പം പോകുന്നു. നമ്മുടെ ഡാനിയൽ ആവട്ടെ അവന്റെ ജോലിയിൽ ബിസിയാണ്. ഓവർ സ്പീഡ് ഉള്ളവരെ പിടിച്ച് ഫൈൻ അടപ്പിക്കുന്നു. നാട്ടുകാരെ ആവശ്യത്തിന് സഹായിക്കുന്നു. അങ്ങനെ അവന്റെ ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലും അവൻ നായയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. കഥ ഞാൻ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യുകയാണ്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെല്ലാവരും കഥകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അതിലൂടെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. സിനിമാ കഥ പറഞ്ഞുതരാൻ ഞാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവലുകളും ഹിസ്റ്ററി, മിസ്റ്ററി, ത്രില്ലർ, ഹൊറർ അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള നോവലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിലോ?
അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് കുക്കു FM. ഈ ആപ്പിലൂടെ അനവധി ഓഡിയോ ബുക്സുകൾ നിങ്ങൾക്ക് യഥേഷ്ടം ഏത് സമയത്തും കേൾക്കാൻ സാധിക്കും. ബസ്സിൽ പോകുമ്പോഴായാലും, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കിലാണെങ്കിലും ഈ കുക്കു FM എന്ന് പറയുന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ സാധിക്കും. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള കഥകളെല്ലാം കുക്കു FM നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ കഥകൾ ആഴ്ചകളിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്കുറപ്പാണ് കുക്കു FM എന്ന് പറയുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും വേണ്ടി ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ നൽകാം. അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്കു FMൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജിൽ നിന്നും 50% ഇളവ് കിട്ടുന്നതാണ്. 398 രൂപയാണ് ഇയർലി ഫീസായിട്ട് കുക്കു FM ചാർജ് ചെയ്യുന്നത്. എൻ്റെ ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ MEM50 എന്ന് പറയുന്ന ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെറും 199 രൂപയ്ക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം തീർച്ചയായും പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും കഥയിലേക്ക് കിടക്കാം. പിന്നീട് ഒരു ദിവസം ഡാൻ K9 അക്കാദമിയിൽ ചെന്ന് സെറൈലയെ കാണുന്നു. ഇത്തവണ എന്തായാലും ടെസ്റ്റ് പാസ്സാവുമെന്ന് അവൻ സെറൈലയോട് പറയുന്നു. പക്ഷേ ഡാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അത് കണ്ട സെറൈല അവനോട് പറയും, K9 ടീമിൽ ജോലി ചെയ്യണമെങ്കിൽ അയാൾ ശാന്തനും ഫോക്കസ്ഡുമായിരിക്കണം. അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവൻ ഒരിക്കലും K9 സൂട്ടാവില്ല. എൻ്റെ കാര്യം നോക്ക്, എനിക്ക് ഉയരം കുറവായിരുന്നു. സോ ഇവിടം വരെ എത്തിച്ചേരാൻ ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ടി വന്നു. അത് കേട്ടപ്പോൾ ഡാൻ പറയും, എല്ലാവരെക്കാളും 10 മടങ്ങ് അധികം ഹാർഡ് വർക്ക് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇത്തവണ ഞാൻ എന്തായാലും കയറിയിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. ഡിപ്പാർട്ട്മെന്റിൽ പുതിയൊരു നായയെ വാങ്ങുന്നതിന് ഇപ്പോൾ പണമില്ല. അതുകൊണ്ട് തന്നെ നീ തന്നെ ഒരു പുതിയ നായയെ കണ്ടെത്തി അതിനെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരണം. അതിന് മിനിമം ഒരു $10,000 വേണ്ടിവരും. അത് നീ തന്നെ കണ്ടെത്തണം എന്ന് സെറൈല ഡാനിനോട് പറയുന്നു. ഇനി ഡാനിന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനായിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായയെ വാങ്ങണം. അതിൻ്റെ $10,000 എങ്ങനെയുണ്ടാക്കുമെന്ന് ആകെ ടെൻഷൻ അടിച്ച് ഡാൻ ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നു. അപ്പോൾ ഭാര്യ പറയും, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരാൻ പോവുകയാണ്. പിന്നെ എങ്ങനെ നമ്മളൊരു നായക്ക് കൂടി പണം കണ്ടെത്തും? അതുകൊണ്ട് ഇപ്പോൾ ഈ K9 ജോലിയൊന്നും വേണ്ട, നിങ്ങളത് വിട്ടേക്ക്. നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം. താൻ വീണ്ടും അച്ഛനാവാൻ പോവുകയാണെന്നറിഞ്ഞ ഡാനിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പണമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ അവസാനത്തെ ചാൻസ്. K9ൽ ജോലി ചെയ്യുക എന്നത് എൻ്റെ ലക്ഷ്യമാണ്. എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. പിന്നെ എനിക്ക് സാലറിയൊക്കെ കൂടും, നമ്മുടെ ഫാമിലിയും സേഫാവും എന്നൊക്കെ പറഞ്ഞ് ഡാൻ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കുന്നു. ഇതേസമയം റൂബിയെ കൊണ്ടുപോയ വ്യക്തി റൂബിയെയും കൂട്ടി തിരിച്ച് പാറ്റിൻ്റെ അടുത്ത് വരുന്നു. ഇതെന്തോന്ന് പറ്റിയ, പറഞ്ഞത് ഒരു വാഹ അനുസരിക്കില്ല. കണ്ണിൽ കണ്ടത് മുഴുവൻ ചവച്ചരയ്ക്കും. മണ്ണ് മാന്തി വീട് മുഴുവൻ ചളിയാക്കി. അതും പോരാഞ്ഞിട്ട് വീട്ടിൽ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും അപ്പിയിട്ട് നശിപ്പിച്ചു. എല്ലാം പോട്ടെ, രാത്രി ഒരു പോളെ കണ്ണടക്കാൻ സമ്മതിക്കില്ല. കൊര എന്നെ കൊണ്ട് വയ്യ, ഇതിനെ നിങ്ങൾ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് റൂബിയെ പാറ്റിന് തിരിച്ചു കൊടുത്തിട്ട് അയാൾ പോകുന്നു. പാറ്റിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ റൂബിയെ കണ്ട് അയാൾക്ക് ദേഷ്യം പിടിക്കുന്നു. ഇനിയും ഇതിനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ഇതിനെ കൊല്ലാൻ പോവുകയാണ് എന്ന് അയാൾ ദേഷ്യത്തോടെ പാറ്റിനോട് പറയുന്നു. നോക്ക്, നിങ്ങൾ എടുത്തയാടല്ലേ, റൂബി ശരിക്കും നല്ലൊരു നായ്ക്കുട്ടിയാണ്. ഇപ്പോഴും അത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിന്റെ വീട് എന്നാണ്. ഞാനും നിങ്ങളുമൊക്കെയാണ് അതിന്റെ ലോകം. അതുകൊണ്ടാണ് ഏത് വീട്ടിൽ പോയാലും അവളവിടെ കുരുത്തക്കേട് കാണിക്കുന്നതും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതും. നമുക്ക് ഒരു ദിവസം കൂടി ആരെങ്കിലും ഒരാൾ അവളെ അഡോപ്റ്റ് ചെയ്യും. ഞാൻ മുമ്പ് വിളിച്ചവരെയൊക്കെ വീണ്ടും കോണ്ടാക്ട് ചെയ്തോളാം. ആരെങ്കിലും അവളെ കൊണ്ടുപോയിക്കോളും എന്ന് പാറ്റ് വളരെ വിഷമത്തോടെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം, ഒരേ ഒരു ദിവസം, പിന്നീട് നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല, അതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും എന്ന് ഭർത്താവ് പാറ്റിനോട് പറയുന്നു. അങ്ങനെ പാറ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ അവൾക്ക് അന്വേഷണങ്ങൾ വന്നിട്ടുള്ള എല്ലാവരെയും അവൾ തിരിച്ചു വിളിക്കുന്നു. മാത്രമല്ല കുറെ പെറ്റ് ഷോപ്പിലും അവിടെയും ഇവിടെയും എല്ലാം വിളിച്ച് റൂബിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവരാരും അതിന് തയ്യാറായിരുന്നില്ല. മറുവശത്ത് നമ്മുടെ ഡാനാവട്ടെ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ കയ്യിൽ പണമില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനെ വേണം അവന് ട്രെയിനിങ് നൽകുവാൻ. അതിനിടയിൽ അവൻ ബ്രാഡിയെ കാണുന്നു. K9 ട്രെയിനിങ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ വേണം. അതിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ഡാൻ ബ്രാഡിയോട് ചോദിക്കുന്നു. അപ്പോൾ ബ്രാഡി പറയും, നീ സെറൈലയോട് പറയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ടെക്നിക്കലി നോക്കിയാൽ നിനക്ക് ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വേണമെന്നില്ല. നല്ല സൈസുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, ആറ്റിറ്റ്യൂഡുള്ള ഏതിനം നായയായാലും അതിനെ നിനക്ക് K9 വേണ്ടി ട്രെയിൻ ചെയ്യാം. അത് മാത്രം പോരല്ലോ, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും വേണ്ടേ എന്ന് ഡാൻ തമാശ രൂപേണ പറയുന്നു. അങ്ങനെ അവസാനം അന്വേഷിച്ച് നമ്മുടെ ഡാൻ പാറ്റിന്റെ ഷോപ്പിലേക്ക് വരുന്നു. അവൻ അവിടെ ജർമ്മൻ ഷെപ്പേർഡിനെ അന്വേഷിക്കുന്നു. പക്ഷെ പ്യുവർ ബ്രീഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വരാം. അതുകൊണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നോളൂ എന്ന് പാറ്റ് ഡാനിനോട് പറയുന്നു. അത്രയും
ലേറ്റായ ഡാനിന് പിന്നെ കാര്യമില്ലല്ലോ. അതോടെ കേനൈൻ്റെ ജോബിന്റെ കാര്യങ്ങളൊക്കെ അയാൾ മറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവൻ നിരാശയോടെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ പാറ്റ് അവനോട് പറയും, ഞങ്ങളുടെ കയ്യിൽ വേറെയും ഒരുപാട് ഡോഗുകളുണ്ട്, നിങ്ങൾക്കൊന്ന് വന്ന് നോക്കിക്കൂടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതിനെങ്കിലും ഇഷ്ടപ്പെട്ടാലോ. അത് കേട്ടപ്പോൾ ഡാനും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പാറ്റ് അവനെയും കൊണ്ട് നായകളെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ അവൻ ഓരോ നായയെയും കണ്ടു നടക്കുമ്പോൾ നമ്മുടെ റൂബി മാത്രം കൂട്ടിൽ നിന്ന് അവന്റെ അടുത്തേക്ക് വരുന്നു. അവനോട് എന്തോ മുൻപരിചയമുള്ളതുപോലെ ഡാനിനും റൂബിയെ വളരെയധികം ഇഷ്ടമായി. അവനും അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഡാൻ പാറ്റിനോട് ചോദിക്കും, ഇതിനെ എനിക്ക് കേനൈൻ ഡോഗാക്കി മാറ്റാൻ പറ്റുമോ? അപ്പോൾ പാറ്റ് പറയും, നിങ്ങൾക്ക് അതിനെ എന്ത് വേണമെങ്കിലും ആക്കാം, അത്രയ്ക്ക് ഇന്റലിജന്റ് ആയ ഒരു നായയാണ്. അങ്ങനെ ഡാൻ കുറച്ചു നേരം റൂബിയോടൊപ്പം കളിച്ചിട്ട് പാറ്റിന്റെ കയ്യിൽ നിന്നും അവളെ വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. ഡാനിന്റെ കൂടെ കാറിലേക്ക് വളരെ ഈസിയായി റൂബി കയറുന്നത് കണ്ടപ്പോൾ പാറ്റിനും ഭർത്താവിനും വളരെ സന്തോഷം. കാരണം ഇതുവരെ വാങ്ങാൻ വന്ന ഒരാളുടെ അടുത്തും അവൾ ആ രീതിയിൽ അടുപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. റൂബിയെ പിരിയേണ്ടി വന്നതിൽ പാറ്റിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവൾ ഡാനിനോടൊപ്പം പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷവും തോന്നി. അങ്ങനെ നമ്മുടെ ഡാൻ റൂബിയെയും കൊണ്ട് വീട്ടിലെത്തുന്നു. കാറിൽ നിന്നും പുറത്തിറക്കിയതും ഭാര്യയും കുഞ്ഞും നോക്കി നിൽക്കെ റൂബി അകത്തേക്ക് ഓടിക്കയറി. ഡാനും അതിന്റെ പിന്നാലെ. റൂബി നേരെ ഓടിച്ചെന്നത് അവരുടെ ബെഡ്റൂമിലേക്കാണ്. നേരെ കിടക്കയുടെ മുകളിൽ കയറിയിട്ട് അവിടെ കാര്യം സാധിക്കുന്നു. ഡാനിന്റെ ഭാര്യക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചു. സോറി അവൾ അറിയാതെ ചെയ്തതല്ലേ, ഞാൻ ക്ലീൻ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഡാൻ അവളെ സമാധാനപ്പെടുത്തുന്നു. രാത്രിയായപ്പോഴും റൂബി അടങ്ങിയിരുന്നില്ല. ഡാൻ ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ അവന്റെ ഗ്ലൗസ് കടിച്ചു വലിക്കുന്നു. കിടക്കാൻ കൊണ്ടുപോകുമ്പോൾ നേരെ കയറിയിട്ട് ഭാര്യയുടെ കൂടെ ബെഡിലേക്ക് കിടക്കാൻ നോക്കുന്നു. അവൾ എഴുതിക്കൊണ്ടിരിക്കുകയും പേപ്പർ നോക്കുകയൊക്കെ ആയിരുന്നു. അതൊക്കെ വലിച്ചു വാരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് റൂബി. പുള്ളിക്കാരിയാണെങ്കിൽ ആകെ ഇറിറ്റേറ്റ് ആവുകയും ചെയ്തു. അവസാനം ഡാൻ റൂബിയെ വിളിച്ച് അവർക്ക് സമീപം തന്നെ ഡോഗ് ബെഡ് വിട്ടുകൊടുത്ത് അവളെ അതിൽ കിടത്താൻ ശ്രമിക്കുന്നു. കുറച്ചുനേരം റൂബി അതിൽ തന്നെ കിടക്കുന്നു. ശേഷം ഡാൻ ബെഡിലേക്ക് ചെന്ന് ഭാര്യയോട് സംസാരിക്കുന്നു. അവളുടെ വയറിലേക്ക് ചുംബനം നൽകുന്നു. പുതിയൊരാൾ കൂടി വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് എന്ന് ഡാൻ ഭാര്യയോട് സ്നേഹത്തോടെ പറയുന്നു. ഞാനും കുഞ്ഞിനെ പറ്റി ഓർത്ത് ഭയങ്കര സന്തോഷം തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ ഈ നായയെക്കുറിച്ച് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്ന് ഭാര്യ അയാളോട് പറയുന്നു. അത് നല്ലൊരു നായയാണ്, അവള് നല്ല ബുദ്ധിമതിയാണ്, പക്ഷെ കുറച്ചുനാൾ നമ്മൾ അതിനെ ട്രെയിനിങ് ഒക്കെ നൽകണം, അത്രേ ഉള്ളൂ എന്ന് ഡാൻ പറഞ്ഞു തീർന്നതും റൂബി പെറ്റ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ ബെഡിലേക്ക് ചാടി അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്കായിട്ട് കിടക്കുന്നു. എന്നിട്ട് അവിടെ കിടന്ന് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നു. മെലീസ ആവട്ടെ പോവട്ടി പോ അങ്ങോ ഇവിടെ ആടോ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, റൂബി ഉണ്ടാ കേൾക്കുന്നത്. അവസാനം ഡാൻ റൂബിയെയും പിടിച്ച് കോറിഡോറിലേക്ക് പോകുന്നു. അവളോടൊപ്പം അവിടെ തന്നെ കിടക്കുകയും വിരിച്ച് കിടക്കുന്നു. മെലീസ വന്ന് നോക്കുമ്പോൾ റൂബിയെയും കെട്ടിപ്പിടിച്ച് ഡാൻ കോറിഡോറിൽ കിടന്നുറങ്ങുന്നു. ഇങ്ങേരും അതിന്റെ കൂടെ തന്നെ കിടന്നുറങ്ങിയ ഉറങ്ങട്ടെ എന്ന് ചിന്തിച്ച് മെലീസ അവരെ ശല്യപ്പെടുത്താതെ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഡാനും മെലീസയും എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും റൂബി അവരുടെ ഗാർഡൻ മുഴുവൻ മണ്ണ് മാന്തി കുഴിച്ച് ചളിയാക്കി വെച്ചിരുന്നു. അത് കണ്ടതോടെ മെലീസക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഒടുവിൽ റൂബിയെ ഒരു ട്രെയിനിങ് സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ഡാൻ തീരുമാനിക്കുന്നു. അവിടെ എത്തിയപ്പോഴോ ആകെ പ്രശ്നം. റൂബി മറ്റു പട്ടികളെ എല്ലാം ആക്രമിക്കാൻ ശ്രമിക്കുകയും കുരയ്ക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ട ട്രെയിനർ ആവട്ടെ, എടോ എന്ത് പട്ടിയാടോ ഇത്, ഇതിനെ കൂട്ടിയിട്ട് പോടേ, ഇതിന് ട്രെയിനിങ് അല്ല വേണ്ടത്, ആദ്യം സോഷ്യലൈസ് ചെയ്യാൻ നോക്ക്, കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ട്രെയിനർ ആകെ ഡാനിനോട് ദേഷ്യപ്പെടുന്നു. പാവൻ ഡാൻ നിരാശനായി റൂബിയെയും കൊണ്ട് തന്റെ കാറിലിരിക്കുകയാണ്. ആ സമയത്ത് ബ്രാഡി അങ്ങോട്ടേക്ക് വരുന്നു. ഹായ് മാൻ, നിങ്ങൾക്ക് നായയെ കിട്ടിയല്ലേ, അതിന്റെ ട്രെയിനിങ് ഒക്കെ നടത്തിയോ, എങ്ങനെയുണ്ട് എന്ന് ബ്രാഡി ഡാനിനോട് ചോദിക്കുന്നു. എന്ത് പറയാനാ സാറേ, ഇതൊന്നും പറഞ്ഞ അനുസരിക്കുന്നില്ല, എനിക്ക് മടുത്തു, ഞാൻ ഇതിനെ തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കാം. 1-2 ദിവസം ട്രൈ ചെയ്തപ്പോഴേക്കും മടുത്തു അല്ലേ, ആ കൊണ്ടുവന്നാക്ക്, ആ നായ്ക്ക് വേറെ നല്ല ഉടമസ്ഥനെയും കിട്ടട്ടെ, നിങ്ങൾ അതിനെ അർഹിക്കുന്നില്ല എന്ന് ഒരൽപ്പം ദേഷ്യത്തോടെ ഡാനിനെ കളിയാക്കിക്കൊണ്ട് ബ്രാഡി അവിടെ നിന്നും പോകുന്നു. ഡാൻ ആകെ വിഷമത്തോടെ റൂബിയെ നോക്കുന്നു. നോക്ക്, നീ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാ എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം, പ്ലീസ് എന്ന് വളരെ വിഷമത്തോടെ ഡാൻ റൂബിയെ നോക്കി സംസാരിക്കുന്നു. ശേഷം റൂബിയെയും കൂട്ടി ഡാൻ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഭാര്യയോട് പറയും, എനിക്ക് അതിനെ ഷെൽട്ടറിലേക്ക് കൊണ്ടുവന്നാക്കാൻ തോന്നിയില്ല. റൂബി ഇതാണ് അവളുടെ വീട്, നമ്മളാണ് അവളുടെ കുടുംബം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവളെ എനിക്ക് അവിടെ കൊണ്ടുചെന്നാക്കാൻ തോന്നുന്നില്ല എന്ന് ഡാൻ ഭാര്യയോട് പറയുന്നു. ശരിയാണ്, റൂബി നമ്മളെയാണ് ഫാമിലിയായിട്ട് കരുതുന്നത്, പക്ഷെ ഒരു കാര്യം അവൾക്ക് ഇവിടെ മിസ്സിംഗ് ആണ്, ഈ ഒരു കൂട് എന്നും പറഞ്ഞ് മെലീസ താൻ വാങ്ങിക്കൊണ്ടുവന്ന കൂട് ഡാനിനെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ ഡാനിന് വളരെയധികം സന്തോഷമായി. റൂബിയും മെലീസയുടെയും ഡാനിന്റെയും അടുത്തേക്ക് വന്ന് അവരുടെ തൊട്ടടുത്തായി ഇരിക്കുന്നു. അന്ന് രാത്രി റൂബിയെ അവർ ആ കൂടിനുള്ളിലാണ് ഇട്ടത്. എന്നിട്ട് കോറിഡോറിൽ വയ്ക്കുകയും ചെയ്തു. പാവ റൂബി ഡാൻ അടുത്തില്ലാത്തത് കൊണ്ട് കരഞ്ഞും ഒച്ചവെച്ചും ഒക്കെ അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡാനും മെലീസയും ആവട്ടെ ഡോഗിനെ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാമെന്നൊക്കെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂബി ആകട്ടെ പുറത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡാനിന്റെ മകൻ റൂബിയോട് കരയല്ലേ എന്ന് വിളിച്ചു പറയുന്നു. അത് കേട്ട് മെലീസയും ഡാനും ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ റൂബിയെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ഡാൻ പുറത്തു കൊണ്ടുപോയിരുന്നു. പക്ഷെ അവൾ കാര്യം സാധിച്ചില്ല. ശേഷം അവളെയും കൂട്ടി അവൻ വീടിനുള്ളിലേക്ക് വന്നതും അവൾ വീടിനകത്ത് തന്നെ മൂത്രമൊഴിക്കുന്നു. നിന്നെ ഇതിനല്ലടി പുറത്തു കൊണ്ടുപോയെന്ന് ഡാൻ നിസ്സഹായതയോടെ ചോദിക്കുന്നു. മെലീസ ആവട്ടെ വേഗം ടിഷ്യൂ പേപ്പറും ക്ലീൻ ചെയ്യാനുള്ള വെള്ളവും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ക്ലീൻ ചെയ്തോ എന്നും പറഞ്ഞ് ഡാനിനെ ഏൽപ്പിച്ചു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഡാൻ എന്താ ചെയ്തതെന്നറിയോ, റൂബിയെയും കൂട്ടി പുറത്തു പോയിട്ട് അവളുടെ മുന്നിൽ വെച്ച് അവൻ പുറത്ത് മൂത്രമൊഴിക്കുന്നു. റൂബി ആകട്ടെ അത് നോക്കി നിന്നതിന് ശേഷം പോയിട്ട് അവിടെ മണപ്പിച്ചൊക്കെ നോക്കി അവിടെ തന്നെ മൂത്രമൊഴിക്കുന്നു. അത് കണ്ടപ്പോൾ ഡാനിന്
ഭയങ്കര സന്തോഷമായി. അവൻ റൂബിയെ കെട്ടിപ്പിടിച്ച് ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് റൂബിയെ ഹഗ് ചെയ്യുന്നു. അടുത്ത ദിവസം ഡാൻ നമ്മുടെ റൂബിയെയും കൂട്ടിയിട്ട് അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ അവൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഡാനിന്റെ സുപ്പീരിയർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി ഹോട്ട് ഡോഗ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മേശപ്പുറത്ത് വെച്ചിരുന്നു. നമ്മുടെ റൂബി ആകട്ടെ അവര് കാണാതെ അത് നൈസായിട്ട് അടിച്ചു മാറ്റുന്നു. പുള്ളിക്കാരി കഴിക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കോ അവിടെ ഹോട്ട് ഡോഗ് കാണാനില്ല. ഏത് ഊളയാടോ എന്റെ ഹോട്ട് ഡോഗ് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞിട്ട് CCTV പരിശോധിച്ചപ്പോൾ അത് റൂബിയാണ്. ഉടനെ തന്നെ പുള്ളിക്കാരി ആ വീഡിയോയും കൊണ്ട് ഡാനിന്റെ അടുത്തേക്ക് വന്ന് ചെറുതായിട്ട് ചൂടാവുന്നു. അപ്പോഴതാ നമ്മുടെ റൂബി ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും കഴിച്ചില്ല, ഇവിടെ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് വരുന്നു. പാവം നിഷ്കു. വേറെ വഴിയില്ലാതെ ഡാൻ അവളെ ഓഫീസിന് പുറത്തുള്ള ഒരു കേജിലേക്ക് മാറ്റുന്നു. ഈ കാര്യങ്ങളെല്ലാം സറയിലെയും കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഡാൻ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് റൂബിയെ ട്രെയിൻ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ക്ലിക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഈ പട്ടിയൊക്കെ വളർത്തുന്നവർക്ക് അറിയാം, ക്ലിക്കർ. ട്രെയിനിങ് വീഡിയോയിലൊക്കെ ആ സാധനം ഉപയോഗിച്ചിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ ഡാൻ കണ്ടിട്ട് ഇവൻ പലതവണ ശ്രമിച്ചിട്ടും റൂബി അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭാര്യ വന്നിട്ട് പറയും, ആ ക്ലിക്കറിന്റെ പ്രശ്നമായിരിക്കില്ല, ഒരുപക്ഷെ നീ കൊടുക്കുന്ന ട്രീറ്റ് അതിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോഴാണ് ഡാനും അക്കാര്യം ചിന്തിച്ചത്. ഉടൻ തന്നെ അവൻ കൊടുത്തുകൊണ്ടിരുന്ന ആ ട്രീറ്റ് ജസ്റ്റ് നാക്കിൽ വെച്ച് നോക്കുന്നു. വൃത്തിയായിട്ട ടേസ്റ്റ്, ഇതാണോ ഇത് കഴിക്കുക, അയ്യേ എന്നവൻ ചിന്തിച്ചു പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ പാറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഡാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ പാറ്റിന്റെ ഭർത്താവ് ദേ വീണ്ടും പ്രശ്നം വന്നു, റൂബിയെ കൊണ്ടാക്കാൻ ദേ അയാളും വരുന്നുണ്ട് എന്ന് പാറ്റിനോട് പറയുന്നു. പക്ഷെ അയാൾ ചിന്തിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഡാൻ വന്നിട്ട് റൂബിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ റിക്ക്, അതായത് പാറ്റിന്റെ ഭർത്താവ് ചോദിക്കും, നിങ്ങൾ അവളെ കൊണ്ടാക്കാൻ വന്നതല്ലേ? കൊണ്ടാക്കാനോ? എന്തിന്? ഞാൻ അവൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, അവൾക്ക് എന്ത് ട്രീറ്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയണം. അപ്പോൾ പാറ്റ് പറയും, അവൾക്ക് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ ജീവനാണ്, അതിനുവേണ്ടി അവൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ അത് ചെയ്യും. ഓക്കെ, താങ്ക് യു, ശരി താങ്ക് യു ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട് ഡാൻ അവിടെ നിന്നും ഇറങ്ങുന്നു. ഇത് കണ്ടപ്പോൾ പാറ്റിനും റിക്കിനും അത്ഭുതവും സന്തോഷവും എല്ലാം കൂടി വരുന്നു. രാത്രി മുഴുവൻ ഡാൻ റൂബിയുടെ കൂടെ സമയം ചെലവഴിക്കുകയായിരുന്നു. അവൾക്ക് ഹോട്ട് ഡോഗ് ട്രീറ്റായി കൊടുത്ത് ക്ലിക്കർ സൗണ്ടിന് റെസ്പോണ്ട് ചെയ്യാനും അവളെ ട്രെയിൻ ചെയ്യാനും ഒക്കെ ഡാൻ തുടരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മെലീസക്കാകട്ടെ ഈ സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ കേട്ടിട്ട് ചെവി പൊത്തിരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും റൂബി ഡാൻ പറയുന്നതിനനുസരിച്ച് ഇരിക്കാൻ പഠിച്ചു. റൂബി സെറ്റ്. ഡാൻ റൂബിയെ ട്രെയിനിങ്ങുകൾ ഓരോന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പ് വലിച്ചെറിഞ്ഞാൽ അത് തിരിച്ചെടുത്തുകൊണ്ടുവന്ന് ഡാനിന് നൽകാനും ഇപ്പോൾ നമ്മുടെ റൂബി പഠിച്ചു കഴിഞ്ഞു. അവൾ ഡാനിനെ അനുസരിച്ചു തുടങ്ങി. ഡാനിനാകട്ടെ വളരെയധികം സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റൂബി നല്ലൊരു ഫാമിലി ഡോഗായി മാറിയിരിക്കുന്നു. അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു. നാളെയാണ് K9 അക്കാദമിയിലേക്കുള്ള ടെസ്റ്റ് നടക്കുന്നത്. റൂബിയെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ആ കാര്യം ആലോചിച്ച് ഡാനിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. ഭാര്യ മെലീസയും അവനോടൊപ്പം തന്നെ ഉറങ്ങാതിരിക്കുന്നു. അവർക്കൊപ്പം നമ്മുടെ റൂബിയും. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാൻ റൂബിയെയും കൂട്ടി ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഡാനിനെ പോലെ തന്നെ വേറെയും ആൾക്കാർ അവിടെ എത്തിയിരുന്നു. സെറേല അങ്ങോട്ടേക്ക് വന്ന് അവർക്ക് ക്ലാസ് എടുക്കുന്നു. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു എക്സാമിനേഷനോ ഒന്നുമല്ല, നിങ്ങളുടെ നായയെ നിങ്ങൾ എത്രമാത്രം ട്രെയിൻ ചെയ്തു എന്ന് പരീക്ഷിക്കുക മാത്രമാണ് ഇന്ന് നടത്തുന്നത്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിരന്തരമായ ട്രെയിനിങ്ങുകളായിരിക്കും. അതിനുശേഷമുള്ള ഫൈനൽ എക്സാമിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളും ഒരു K9 ഓഫീസറായി മാറും. ഒരു K9 ഓഫീസർക്ക് ഏറ്റവും വേണ്ടത് കാമും ഫോക്കസുമായിട്ടുള്ള മനസ്സാണ്. നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇമോഷണലി ഒരുപാട് തകർന്നു നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ്. കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണ് നമുക്ക് മുന്നിൽ എത്തിച്ചേരുക. അവരുടെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമുക്ക് തിരഞ്ഞ് കണ്ടെത്താനായേക്കാം, ജീവനോടെയോ അല്ലാതെയോ. സോ അതൊക്കെ നേരിടാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ജോലി നിങ്ങൾക്ക് പറ്റുന്നതാണോ? ആണ് എന്നാണ് ഉത്തരമെങ്കിൽ വരും, നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ നായയെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം എന്നും പറഞ്ഞ് സെറേല അവരെ ടെസ്റ്റിനായി വിളിക്കുന്നു. സെഷൻ ആരംഭിക്കുന്നു. മറ്റുള്ളവരുടെ നായകളൊക്കെ അവരുടെ യജമാനന്മാർ പറയുന്നത് പോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ റൂബിയും പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇരിക്കുക, നടക്കുക, നിൽക്കുക, കിടക്കുക, ഓടുക, ജമ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഡാൻ പറഞ്ഞതുപോലെ റൂബി ചെയ്യുന്നു. അതിനുശേഷം സെറേല ഡാനിനോട് പറയും, അവളോട് സ്റ്റേ ചെയ്യാൻ പറയുക. നീ അവളുടെ അടുത്ത് നിന്നും കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് അവൾ ആ സ്ഥാനത്ത് തന്നെ നിൽക്കണം. അതായിരുന്നു അടുത്ത ടെസ്റ്റ്. ഡാനിന് നല്ല പേടിയുണ്ട്, ഇവൾ അങ്ങനെ നിൽക്കുമോ എന്നുള്ള കാര്യം അവന് ഒരു ഉറപ്പുമില്ല. വേറെ വഴിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ റൂബിയോട് അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ട് ഡാൻ അവിടെ നിന്നും കുറച്ച് മുന്നിലേക്കായി നടന്നു നിൽക്കുന്നു. സ്റ്റോപ്പ് വാച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡാൻ വളരെയധികം ടെൻഷനിലാണ്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റൂബി അവിടെ നിന്നും അനങ്ങരുത് എന്ന്. സെഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് മെലീസയും അപ്പോഴേക്കും അവിടേക്ക് എത്തുന്നു. ഡാനിനെ പോലെ തന്നെ അവളും റൂബി അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൂബി ഇരിക്കുകയും കിടക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കുരയ്ക്കുന്നു. ഡാനാവട്ടെ കണ്ണടച്ചു നിന്ന് റൂബി അവിടെ തന്നെ നിൽക്കുക എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യ കടമ്പ റൂബി പാസ്സായിരിക്കുന്നു. പക്ഷെ സന്തോഷിക്കാനായില്ല, അടുത്ത ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറേല ഒരു വസ്തു ഒളിപ്പിച്ചു വെക്കും. നായകൾ അത് സെർച്ച് ചെയ്ത് മണത്ത് കണ്ടുപിടിക്കണം. പക്ഷെ അവിടെയാണ് പണി പാലും വളത്ത് കിട്ടിയത്. കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന നായകൾക്ക് ട്രീറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് സെറേല ഹോട്ട് ഡോഗും അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. സെറേല ഈ ഹോട്ട് ഡോഗ് നീട്ടിയ ഉടനെ തന്നെ റൂബി അത് കടിച്ചെടുക്കാനായി ചാടി തുടങ്ങി. ശേഷം സെറേല അവരോട് എല്ലാവരോടുമായിട്ട് പറയും, ഞാനിവിടെ മനുഷ്യന്റെ പല്ലുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് ഈ നായകളെ കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെടുപ്പിക്കണം. കാണാതാവുന്നവരുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും വലിയ ട്രെയിനിങ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സോ എല്ലാവരും അവരവരുടെ നായയെ കൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല്ലുകൾ കണ്ടെത്തുക. അങ്ങനെ എല്ലാവരും ആ ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പെട്ടെന്ന് റൂബി ഡാനിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കുരച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുന്നു. ഡാനാകട്ടെ പിന്നാലെയും. ഇത് കണ്ട സെറേല എന്തോന്ന് കുറയാടെ ഇത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ പട്ടിയെയും കൊണ്ട് ആ റൂബിയുടെ പിന്നാലെ പോകും. അതൊരു മൂവിംഗ് ഒബ്ജക്റ്റ് ആണ്, അതിനെ സെർച്ച് ചെയ്യുന്ന കാര്യവും നമ്മുടെ പട്ടി പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സെറേല ബാക്കിയുള്ള നായകളെ റൂബിയുടെ പിന്നാലെ വിടുന്നു. റൂബി ആർക്കും പിടികൊടുക്കാതെ ഒരു കാട്ടിലൂടെ ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻ പിന്നാലെയും. അപ്പോഴേക്കും ബാക്കിയുള്ള നായകളെയും കൊണ്ട് മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തി. ഈ സമയത്ത് റൂബി എന്താ ചെയ്തതെന്നറിയാം, ഓടിപ്പോയിട്ട് എവിടെയോ ഉണ്ടായിരുന്ന ഒരു കടന്നൽ കൂട് കമ്പോട് കൂടി കടിച്ചെടുത്ത് അവരുടെ അടുത്തേക്ക് വരുന്നു. പിന്നെ പറയണോ പൂരം, കടന്നൽ ഇളകി എല്ലാത്തരെയും കടിച്ച് ഓടിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് വന്ന സെറേലക്കും കിട്ടി 2 കുത്ത്. പക്ഷെ അവസാനം എങ്ങനെയൊക്കെയോ കൂടി ഡാൻ റൂബിയുടെ വായിൽ നിന്നും ആ കടന്നൽ കൂട് പിടിച്ചു വലിച്ചെറിയുന്നു. എന്നിട്ട് റൂബിയെയും പിടിച്ചു കെട്ടുന്നു. ശേഷം കടന്നൽ കുത്ത് കിട്ടിയ ഭാഗത്തൊക്കെ ഡാൻ മരുന്ന് തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സെറേല അങ്ങോട്ടേക്ക് വരുന്നു. ഇത് റൂബിയുടെ തെറ്റൊന്നുമല്ല, പക്ഷെ K9 യൂണിറ്റിന് വേണ്ടി അവൾ പ്രാപ്തയല്ല എന്ന് സെറേല ഡാനിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഡാൻ പറയും, റൂബി ഒരു ഇന്റലിജന്റ് ഡോഗ് ബ്രീഡാണ്, അവൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെറേല പറയും, സോറി എനിക്കങ്ങനെ തോന്നുന്നില്ല, നിനക്ക് ഇതിൽ പാസ്സാവാൻ പറ്റില്ല എന്നും പറഞ്ഞ് സെറേല അവിടെ നിന്നും പോകുന്നു. ബ്രാഡി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പാവൻ ഡാൻ വീട്ടിലെത്തിയ അവൻ വളരെ സങ്കടത്തിലായിരുന്നു. മെലീസ അങ്ങോട്ടേക്ക് വന്ന് അവനെ സമാധാനപ്പെടുത്തുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ മെലീസ റൂബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രീറ്റ്സും മറ്റുമൊക്കെ വാങ്ങിയിട്ട് വരുന്നു. വാ നമുക്ക് അവളെ ട്രെയിൻ ചെയ്യിക്കണ്ടേ എന്ന് മെലീസ അവനോട് പറയുന്നു. ഓ വേണ്ട, അവൾക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിരാശാബോധത്തോടെ ഡാൻ പറയുന്നു. എടോ മനുഷ്യ, നിങ്ങൾ കൊണ്ടുവന്ന നായയും നിങ്ങളെപ്പോലെ തന്നെയാണ്. സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, ആരും പറഞ്ഞു തരുന്നത് കേൾക്കില്ല, ഒന്നും പഠിക്കാൻ നിൽക്കൂല, എപ്പോഴും ചലവല ചലവല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി നടന്നുകൊണ്ടിരിക്കും. അത് തന്നെയല്ലേ റൂബിയും ചെയ്യുന്നത്, അത് നിങ്ങളെപ്പോലെ തന്നെയാണ്. ആരും നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളും വളരെ ഇന്റലിജന്റ് ആയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്നാലെയായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും റൂബിയെ ട്രെയിൻ ചെയ്യിക്കാൻ സാധിക്കും. ഇങ്ങനെ നിരാശനാവാതെ ഒന്ന് ശ്രമിച്ചു നോക്കടോ എന്നും പറഞ്ഞ് മെലീസ ഡാനിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഭാര്യയുടെ വാക്കുകൾ കേട്ട് മോട്ടിവേറ്റ് ആയ നമ്മുടെ ഡാൻ വേഗം തന്നെ റൂബിയെ ട്രെയിൻ ചെയ്യിക്കാനുള്ള കുറച്ച് പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഒട്ടും സമയം വേസ്റ്റാക്കാതെ ഡാനും മെലീസയും കൂടി റൂബിയെ ട്രെയിൻ ചെയ്യാൻ ആരംഭിക്കുന്നു. അവരോടൊപ്പം അവരുടെ അയൽക്കാരും ഡാനിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും എല്ലാം കൂടുന്നു. ഒരു K9 ഡോഗിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ റൂബിയെ പഠിപ്പിക്കുന്നു. അവർ ഒത്തൊരുമിച്ച് കൂടി പാർട്ടി നടത്തി റൂബിയെ അവരോടൊപ്പം സോഷ്യലൈസ് ചെയ്യുന്നു. എല്ലാവരും കരുതിയതിനേക്കാൾ വേഗത്തിൽ റൂബി എല്ലാം പഠിക്കുന്നു. അങ്ങനെ അവസാനം ട്രെയിനിങ് എല്ലാം പൂർത്തിയായി. നാളെയാണ് ഫൈനൽ ടെസ്റ്റ്. പക്ഷെ ഇത്തവണ നമ്മുടെ ഡാൻ രാത്രി സുഖമായി ഉറങ്ങുന്നു. മെലീസയാവട്ടെ റൂബിയെ അവരുടെ ഇടയിലേക്ക് കിടത്തുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാനും റൂബിയും ഫൈനൽ ടെസ്റ്റിന് വേണ്ടി പോകുന്നു. ബാക്കിയുള്ളവരും നായയെയും കൂട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ആദ്യം തുടങ്ങാമെന്ന് ഡാൻ വളരെ കോൺഫിഡൻസോടുകൂടി സെറേലയോട് പറയുന്നു. സെറേല അതിന് സമ്മതിക്കുകയും ടെസ്റ്റുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ റൂബി വളരെ വേഗത്തിൽ തന്നെ സെറേല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മണത്ത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം സെറേല ഡാനിനെയും റൂബിയെയും കൂട്ടി ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോഴേക്കും മെലീസ ടെസ്റ്റ് കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. അടുത്തിരിക്കുന്ന പോലീസുകാരോട് കാര്യങ്ങൾ അവൾ ചോദിച്ചറിയുന്നു. രണ്ടുപേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ആ പോലീസുകാർ അവളോട് പറയുന്നു. അവൾക്ക് അത് വളരെയധികം സന്തോഷമാവുന്നു. ഇതേസമയം ബിൽഡിങ്ങിനുള്ളിൽ സെറേല ഡാനിനോട് പറയും, ഈ ബിൽഡിങ്ങിൽ എവിടെയോ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. റൂബി അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. അങ്ങനെ ഡാൻ റൂബിയെയും കൂട്ടി അത് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. ആ ബിൽഡിങ്ങിന്റെ മുക്കും മൂലയും ഏറെ നേരം പരിശോധിച്ചിട്ടും റൂബിക്ക് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഇവിടെ ഒരു സാധനവും ഇല്ല എന്നുള്ള രീതിയിൽ റൂബി ഡാനിന്റെ മുന്നിലിരിക്കുന്നു. അപ്പോൾ സെറേല ചോദിക്കും, എന്തുപറ്റി, അവൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ലേ, എന്താ നിന്റെ അഭിപ്രായം, ഒന്നുകൂടി ശ്രമിക്കും. അപ്പോൾ ഡാൻ പറയും, അവൾക്കിപ്പോൾ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ മനുഷ്യന്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല, എനിക്കുറപ്പാണ്, ഞാൻ അവളെ വിശ്വസിക്കുന്നു. അത് കേട്ടതോടെ സെറേല പറയും, ഇന്നങ്ങനെ അധികമാരും ഈ ടെസ്റ്റ് പാസ്സാവുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഏതായാലും നീയും റൂബിയും പാസ്സായിരിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ്. അത് കേട്ടതും ഡാനിന് സന്തോഷം അടക്കാൻ സാധിച്ചില്ല. അവൻ റൂബിയെയും പൊക്കി പിടിച്ച് പുറത്തേക്ക് ഓടുന്നു. അവിടെ കാത്തിരിക്കുന്ന തന്റെ ഭാര്യ മെലീസയോടും കൂട്ടുകാരോടും താൻ പാസ്സായ വിവരം വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. എല്ലാവരും ഡാനിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. തന്നെ മോട്ടിവേറ്റ് ചെയ്തതിനും എപ്പോഴും കൂടെ തന്നെ നിന്നതിനും അവൻ മെലീസയെ സ്നേഹത്തോടെ നോക്കുന്നു. അങ്ങനെ ഡാൻ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. അവന്റെ ലക്ഷ്യമായ K9 യൂണിറ്റിലേക്കുള്ള ജോലി അവൻ ഉറപ്പാക്കി കഴിഞ്ഞു. സെറേല വന്ന് ഡാനിന് K9 ബാഡ്ജും റൂബിക്ക് വെസ്റ്റും നൽകി
അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ടേക്ക് പ്രൊബേഷൻ പീരീഡ് ആണ്. ഏത് സമയത്ത് വിളിച്ചാലും റൂബിയെയും കൊണ്ടുവരാൻ തയ്യാറായിരുന്നോളൂ എന്നും പറഞ്ഞ് സെറേല അവിടെ നിന്നും പോകുന്നു. കൂടുതൽ ട്രെയിനിങ്ങുകളും എക്സസൈസുകളും ഒക്കെ ആയിട്ട് ഡാനിന്റെയും റൂബിയുടെയും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി ഒരു സെർച്ചിന് വേണ്ടിയിട്ട് പോലീസുകാർ ഡാനിനെ വിളിക്കുന്നു. അവൻ റൂബിയെയും കൂട്ടി വളരെ പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും സസ്പെക്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും പക്ഷെ ഇതുവരെ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ടില്ല എന്നും സുപ്പീരിയർ ഓഫീസർ ഡാനിനോട് പറയുന്നു. ഉടനെ തന്നെ ഡാനും റൂബിയും കൂടി ശവശരീരത്തിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. വീടിനുള്ളിലെല്ലാം പരിശോധിച്ചതിന് ശേഷം മണത്ത് നമ്മുടെ റൂബി വീടിന് പുറത്തുള്ള മരപ്പലകൾക്ക് മുകളിലേക്ക് വന്നിരുന്ന് കുരയ്ക്കുന്നു. ഡാനും സുപ്പീരിയറും കൂടി അതിനടിയിലെല്ലാം പരിശോധിക്കുന്നു. പക്ഷെ അതിനിടയിൽ ശവശരീരമൊന്നും അവർക്ക് കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ അവിടെ ശവശരീരം ഇല്ല എന്ന് ഡാൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നു. തെളിവുകളൊന്നും കണ്ടെത്താനാവാത്തതിൽ ഡാനിന് നിരാശ തോന്നുന്നു. അതിന്റെ പേരിൽ റൂബിയോട് ഒരൽപ്പം ദേഷ്യവും. വീട്ടിലെത്തിയ ഡാൻ ആകെ ടെൻഷനിലായിരുന്നു. ഈ റൂബിയെ കൊണ്ടൊന്നും ഒന്നിനും സാധിക്കില്ല, ഇതിനെ വിശ്വസിച്ച് ഞാനാണ് മണ്ടൻ, എന്റെ ജോലി ഇതൊക്കെ ഒന്നും നടക്കൂല എന്നൊക്കെ ദേഷ്യത്തോടെ അവൻ മെലീസയോട് പറയുന്നു. മെലീസയാവട്ടെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിഷമത്തോടെ നിൽക്കുകയായിരുന്ന ഡാനിനെ റൂബി തട്ടി വിളിക്കുകയും അതിന്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദേഷ്യത്തിലായിരുന്ന ഡാൻ അവളുടെ കെട്ടഴിച്ചു വിട്ട് എവിടേക്കാന്ന് വെച്ചാൽ പോ എന്നും പറഞ്ഞ് അതിനെ തള്ളി മാറ്റുന്നു. പാവം റൂബി വിഷമത്തോടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അടുത്ത ദിവസം രാവിലെ റൂബിക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡാൻ അവളെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. പക്ഷെ അയാൾക്ക് റൂബിയെ അവിടെ എവിടെയും കണ്ടെത്താനായില്ല. അവൻ ഉടനെ തന്നെ യൂണിഫോം ഇട്ട് റൂബിയെയും അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനിടയിൽ ഡാനിന് സെറേലയുടെ കോൾ വരുന്നു. റൂബി ഇന്നലെ ഇരുന്ന ആ മരത്തിനടിയിൽ തന്നെ 3 മീറ്ററോളം അടിയിൽ സിമന്റ് ഇട്ട് ഉറപ്പിച്ച രീതിയിൽ ശവശരീരം കിട്ടിയെന്ന് സെറേല ഡാനിനോട് പറയുന്നു. റൂബിക്ക് എങ്ങനെ ഇത്രയും അടിയിൽ നിന്ന് അതിന്റെ സ്മെല്ല് കിട്ടിയെന്നുള്ളത് അത്ഭുതമാണ്. നീയാണ് അവളെ തെറ്റിദ്ധരിച്ച് റോങ് കൺഫർമേഷൻ നൽകിയത് എന്നും പറഞ്ഞ് സെറേല ഫോൺ കട്ട് ചെയ്യുന്നു. ഡാനിന് വിഷമം സഹിക്കാൻ പറ്റാതെയായി. വേറെന്ത് ചെയ്യാൻ, അവൻ റൂബി അന്വേഷിച്ച് ആ പട്ടണം മുഴുവൻ ചുറ്റാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഡാനിന്റെ അയൽക്കാരനും ഭാര്യ മെലീസയും എല്ലാം റൂബിയെയും തിരഞ്ഞു നടക്കുകയാണ്. പക്ഷെ ആർക്കും തന്നെ റൂബിയെ കണ്ടെത്താനായില്ല. അതിനിടയിലാകട്ടെ വളരെ ശക്തമായ രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴയിലും ഡാൻ റൂബിക്ക് വേണ്ടി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. വഴിയിൽ വെച്ച് ഡാൻ ബ്രാഡിയെ കാണുകയും അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. റൂബിയെ കാണാതായ വിവരം ഡാൻ അയാളോട് പറയുന്നു. ഞാനാണ് തെറ്റുകാരൻ, ഞാൻ അവളെ വിശ്വസിച്ചില്ല, അവളായിരുന്നു ശരി, അറിയാതെ ഞാൻ അവളെ വിഷമിപ്പിച്ചു എന്നൊക്കെ വളരെ സങ്കടത്തോടെ ഡാൻ ബ്രാഡിയോട് പറയുന്നു. അപ്പോ ബ്രാഡി പറയും, ഒരിക്കലും ഒരു നായ നല്ലതിനെ വിട്ടുപോവില്ല, ഇപ്പോ അവള് പോയിട്ടുണ്ടെങ്കിൽ അവൾക്കല്ല നഷ്ടം, നിനക്കാണ് എന്നും പറഞ്ഞ് ബ്രാഡി കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഡാൻ തന്നെ കൊണ്ടാവുന്ന തരത്തിലെല്ലാം റൂബിക്ക് വേണ്ടി അന്വേഷിക്കുന്നു. പക്ഷെ അവന് അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ നിരാശനായി അവൻ വീട്ടിലേക്ക് വരുന്നു. വിഷമിച്ച് കരയുന്ന ഡാനിനെ ഭാര്യ മെലീസ സമാധാനിപ്പിച്ച് ചേർത്ത് നിർത്തുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഡാനിന് ഓഫീസിൽ നിന്നും കോൾ വരുന്നു. അവൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. ട്രക്കിങ്ങിനിടയിൽ ഒരു കുട്ടിയെ കാണാതായെന്നും എത്രയും പെട്ടെന്ന് അവന് വേണ്ടി തിരച്ചിൽ നടത്തണമെന്നുമായിരുന്നു മീറ്റിംഗിനിടയിൽ സുപ്പീരിയർ ഓഫീസർ നീലിനോട് പറയും, നീ ആദ്യം പോയി നിന്റെ നായയെ കണ്ടുപിടിക്കാൻ നോക്ക്, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ ഒരു GPS ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കണ്ട എന്നും പറഞ്ഞ് നീലിനെ പറഞ്ഞു വിടുന്നു. ഡാൻ ഉടനെ തന്നെ വണ്ടിയും എടുത്ത് റൂബിയെ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങുന്നു. ആ സമയത്ത് തൊട്ടു മുന്നിൽ നനഞ്ഞു കുളിച്ച് നമ്മുടെ റൂബി വന്ന് നിൽക്കുന്നു. ഡാനിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സന്തോഷം അടക്കാൻ സാധിച്ചില്ല. ഓടിയിറങ്ങി അവൻ റൂബിയെ ഹഗ് ചെയ്യുന്നു. അവരുടെ സ്നേഹം കണ്ടിട്ടാണോന്നറിയില്ല, അപ്പൊ തന്നെ മഴയും നിന്നു. ബുദ്ധിജീവികൾ ഒരുപക്ഷെ അത് ഡാനിന്റെ കണ്ണീരായിരുന്നു, റൂബിയെ തിരിച്ചു കിട്ടിയപ്പോൾ അത് നിന്നു എന്നൊക്കെ ചിലപ്പോൾ ഡീകോഡ് ചെയ്തേക്കാം. അതൊന്നുമല്ല, മഴ നിന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ സമയം കളയാതെ രണ്ടുപേരും കൂടി ട്രക്കിങ്ങിൽ കാണാതായ ആ കുട്ടിയെയും അന്വേഷിച്ചിറങ്ങുന്നു. അവർ മലയുടെ താഴ്വാരത്തെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. മഴയും ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള K9 യൂണിറ്റ് എല്ലാം തിരച്ചിൽ മതിയാക്കി തിരിച്ചു വരികയാണ്. സെറേല ഡാനിന് സ്ഥിതിഗതികൾ വിശദമാക്കി കൊടുക്കുകയാണ്. അങ്ങനെ റൂബിയെയും കൂട്ടി ഡാൻ ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങുന്നു. അങ്ങനെ ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം ആ കുട്ടി ഒരു മലയിടുക്കിലേക്ക് വീണ് കിടക്കുന്നതായിട്ട് റൂബി കണ്ടെത്തുന്നു. ഡാൻ ഉടനെ തന്നെ ആ വിവരങ്ങൾ സെറേലയെ വിളിച്ചറിയിക്കുന്നു. പക്ഷെ GPS ലൊക്കേഷൻ പറയുന്നതിനു മുമ്പ് നെറ്റ്വർക്ക് കട്ടാവുന്നു. അതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ സെറേലയും സംഘവും കുഴങ്ങിപ്പോകുന്നു. മലമുകളിലാവട്ടെ റൂബിക്ക് പിന്നാലെ ഡാനും ആ മലയിടുക്കിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ആ കുട്ടിയെ പരിശോധിക്കുന്നു. അവന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ആ പയ്യൻ അബോധാവസ്ഥയിലുമാണ്. ഉടനെ ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവന്റെ ജീവനും അപകടത്തിലായേക്കാം. ഡാനിയൽ വേഗം തന്നെ ആ പയ്യന് CPR നൽകുന്നു. റൂബി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് CPR നൽകിയതിനു ശേഷം ആ പയ്യന് ബോധം വരുന്നു. ആദിബോധത്തിൽ തനിക്ക് തണുക്കുന്നു എന്ന് അവൻ ഡാനിനോട് പറയുന്നു. ഉടനെ തന്നെ ഡാൻ തന്റെ ജാക്കറ്റ് ഊരി അവനെ പുതപ്പിക്കുന്നു. ശേഷം തങ്ങളുടെ GPS ലൊക്കേഷൻ എവിടെയാണെന്ന് താഴെ ക്യാമ്പിലേക്ക് വിളിച്ചു പറയാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷെ കണക്ഷൻ ഒന്നും പ്രോപ്പർ
പ്രോപ്പർ അല്ലാത്തതിനാൽ ഡാൻ പറയുന്നതൊന്നും അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. റൂബി, നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല എന്ന് വളരെ നിസ്സഹായതയോടെ ഡാൻ റൂബിയോട് പറയുന്നു. ഉടനെ തന്നെ നമ്മുടെ റൂബി എന്ത് ചെയ്തു എന്നറിയോ? അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളിലേക്ക് കയറി നിന്ന് ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. നിർത്താതെ തുടരെ തുടരെ കുരയ്ക്കുന്നു. മലയുടെ താഴെയുള്ള ക്യാമ്പിൽ ബ്രാഡിയും ഉണ്ടായിരുന്നു. അയാൾ റൂബിയുടെ കുരശബ്ദം കേൾക്കുന്നു. ഉടനെ തന്നെ അയാൾ ഓടിച്ചെന്ന് സെറേലയോട് അത് ശ്രദ്ധിക്കാൻ പറയുന്നു. ഉടനെ തന്നെ സെറേലയും സംഘവും ആ ശബ്ദം ഫോളോ ചെയ്തുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുന്നു. പാവം റൂബി കുരച്ചു കുരച്ച് വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്നു തുടങ്ങി. ഏറെ വൈകാതെ തന്നെ സെറേലയും സംഘവും ആ ലൊക്കേഷനിലേക്ക് എത്തുന്നു. ഡാനിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ എന്ന് അവൻ റൂബിയെ അഭിനന്ദിക്കുന്നു. താഴെ എത്തിയ ശേഷം ക്ഷീണിച്ചുപോയ റൂബിക്ക് ഡാൻ വെള്ളം കൊടുക്കുന്നു. ആർത്തിയോടെ അവൾ അത് കുടിക്കുന്നു. അപ്പോഴേക്കും സെറേല അങ്ങോട്ടേക്ക് വന്ന് ആ കുട്ടി സേഫ് ആണെന്നും പറഞ്ഞ് ഡാനിനെ അഭിനന്ദിക്കുന്നു. അവനാവട്ടെ എന്നെ വിശ്വസിച്ചതിനും എനിക്കൊരു ചാൻസ് നൽകിയതിനും നന്ദി എന്നും പറഞ്ഞ് അയാളെ ഹഗ് ചെയ്യുന്നു. ശേഷം സെറേല ഡാനിനോട് പറയും, ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ആ അമ്മയെ വിളിക്കുന്നു. ആ അമ്മ വേറെ ആരുമായിരുന്നില്ല, പാറ്റ് ആയിരുന്നു. റൂബിയെ ഡാനിന് നൽകിയ അതേ പാറ്റ്. റൂബിയാണ് തന്റെ മകനെ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കിയ ആ അമ്മയ്ക്ക് സന്തോഷവും കരച്ചിലും എല്ലാം ഒരുമിച്ച് വരുന്നു. പാറ്റിനെ കണ്ടതും റൂബി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. പാറ്റും അവളെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. അതുകണ്ട് സെറേല ചോദിക്കും, നിങ്ങൾക്ക് ഇതിനു മുമ്പേ പരിചയമുണ്ടോ? അപ്പോൾ പാറ്റ് പറയും, എന്റെ ഭർത്താവ് വേറൊരു വഴിയുമില്ലാത്തതിനാൽ റൂബിയെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഡാൻ അങ്ങോട്ടേക്ക് വന്നത്. റൂബിയുടെ ജീവൻ തന്നെ രക്ഷിച്ചത് ഡാനാണ്. അപ്പോൾ സെറേല പറയും, റൂബി നിങ്ങളുടെ മകന്റെ ജീവനും രക്ഷിച്ചു. അത് കേട്ട് നിന്ന ബ്രാഡിയും പറയും, എല്ലാം ദൈവത്തിന്റെ ഇംഗിതം പോലെ. പാറ്റാകട്ടെ നമ്മുടെ ഡാനിനെ ഹഗ് ചെയ്ത് താങ്ക്സ് പറയുന്നു. ശേഷം ആംബുലൻസിലുള്ള മകന്റെ അടുത്തേക്ക് പോകുന്നു. ഉടനെ തന്നെ സെറേല ഡാനിനോട് പറയും, ഇനി മുതൽ നീ പ്രൊബേഷനിലല്ല, ഒഫീഷ്യൽ K9 ഓഫീസറാണ് എന്നും പറഞ്ഞ് അയാൾ ബാഡ്ജ് ഡാനിനെ അണിയിക്കുന്നു. ആ സമയത്താണ് ഒരു ചെറിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. നമ്മുടെ ബ്രാഡിയും സെറേലയും ബെസ്റ്റ് ബഡ്ഡീസ് ആണ്. സെറേല തന്നെയാണ് ബ്രാഡിയെ പലപ്പോഴും ഡാനിന്റെ സഹായത്തിന് വേണ്ടി അയച്ചിരുന്നതും. ആ കാര്യം ബ്രാഡി ഡാനിനോട് പറയുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും മെലീസയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവരിരുവരും പരസ്പരം വാരിപ്പുണരുന്നു. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷവാനാണ് എന്ന് ഡാൻ മെലീസയോട് പറയുന്നു. റൂബിയും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു.